അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസ ജലാലി വിസ്ഡം ചാനലിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരെ, ഇന്നത്തെ പ്രധാന ചോദ്യം ഇതാണ്: നിങ്ങളുടെ കുഞ്ഞ് നിലത്ത് കിടന്ന് വാശി പിടിക്കുമ്പോൾ നിങ്ങൾ ആ കരച്ചിൽ കേട്ട് തോറ്റു കൊടുക്കാറുണ്ടോ? എങ്കിൽ നിങ്ങൾ അവരുടെ വാശി വളർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ ആ വാശിയുടെ വേരറുക്കാൻ നമ്മുടെ ദീൻ പഠിപ്പിച്ച എളുപ്പ വഴികൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കുട്ടികളുടെ വാശി കൂടാനുള്ള പ്രധാന കാരണം മാതാപിതാക്കളായ നമ്മുടെ വാക്കിലെ സ്ഥിരതയില്ലായ്മയാണ്. നമ്മൾ ഇത് വേണ്ട എന്ന് പറയും, പക്ഷേ കുട്ടി കരഞ്ഞ് ബഹളം വെച്ചാലോ ഉടൻ നമ്മൾ വഴങ്ങിക്കൊടുക്കും. അതോടെ കുട്ടിയുടെ മനസ്സിൽ ഒരു ചിന്ത ഉറക്കും: ഞാൻ ഈ ബട്ടൺ അമർത്തിയാൽ, അതായത് കരഞ്ഞാൽ കാര്യം നടക്കും. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് നമ്മൾ വാഗ്ദാനം ചെയ്താൽ അത് പാലിക്കണമെന്നാണ്. വാക്ക് പാലിക്കാത്തത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്. അതിനാൽ നൽകില്ല എന്ന് തീരുമാനിച്ചാൽ ആ വാക്കിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ഈ വാക്കിലെ സ്ഥിരത നമ്മുടെ ഈമാനിന്റെ ശക്തിയാണ്. വാശി കാണിക്കുമ്പോൾ നമുക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്: ക്ഷമയും കാരുണ്യവും. വാശിക്ക് ശ്രദ്ധ കൊടുക്കരുത്. കുട്ടി ബഹളം വെച്ച് കരയുമ്പോൾ നിങ്ങൾ ക്ഷമയോടെ അവരെ ശ്രദ്ധിക്കാതെ കുറച്ചു നേരം മാറി നിൽക്കുക. നിങ്ങൾ വഴങ്ങുന്നില്ല എന്നവർക്ക് മനസ്സിലാകണം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. ശാന്തമാകുമ്പോൾ മാത്രം പ്രതികരിക്കുക. കുഞ്ഞി കരച്ചിൽ നിർത്തി ശാന്തമായ ഉടൻ തന്നെ അവരുടെ അടുത്ത് ഓടിച്ചെല്ലുക. എന്നിട്ട് ദേഷ്യമില്ലാതെ കാരുണ്യത്തോടെ അവരെ ചേർത്ത് പിടിക്കുക. സ്നേഹത്തോടെ വിഷയം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അവസാനമായി കുട്ടികൾ നല്ല രീതിയിൽ പെരുമാറുമ്പോൾ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. മാഷാ അല്ലാഹ്, തബാറകല്ലാഹ് എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുക. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ നല്ല വിദ്യാഭ്യാസം നൽകി അവരെ ആദരിക്കുക. ഈ വാക്കിലെ സ്ഥിരത, ക്ഷമ, കാരുണ്യം എന്നിവ നമ്മുടെ മക്കളെ നല്ല മുസ്ലിമായി വളർത്താൻ സഹായിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. ഉള്ള മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.